സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. കൊണ്ടോട്ടി നീറാട് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരൻ മരിച്ചു എന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. നെടിയിരുപ്പ് മേലെപ്പറമ്പ് സ്വദേശി ഹമീദിന്റെ മകൻ ആദം ഐമനാണ് മരിച്ചത്. വീടിന് സമീപത്തെ തോട്ടിലേക്ക് അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ഇതിനോടകം തന്നെ 4 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെയാണ് കൊണ്ടോട്ടി നീറാട് തോട്ടിലൊഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരൻ മരിച്ചു എന്ന വളരെ സങ്കടകരമായ വാർത്ത കൂടി വരുന്നത്. ഇപ്പോൾ 9 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ തന്നെയായിരിക്കും. അതീവ ജാഗ്രത വേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനോടകം ഈ കുഞ്ഞിന്റെ മരണം കൂടി പുറത്തു വരുമ്പോൾ ഇതാ സംസ്ഥാനത്ത് ആകെ മഴക്കെടുതിയിലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും മരണം 5 ആയിരിക്കുകയാണ്. നെടിയിരുപ്പ് മേലെപ്പറമ്പ് സ്വദേശി ഹമീദിന്റെ മകൻ ആദം ഐമനാണ് മരിച്ചത്. വീടിന് സമീപത്തെ തോട്ടിലേക്ക് അബദ്ധത്തിൽ വീഴുകയായിരുന്നു ഈ കുട്ടി. എന്താണ് ഉണ്ടായത് എന്ന് നോക്കാം. ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകും. ജംഷീർ, എങ്ങനെയാണ് ഈ കുഞ്ഞ് തോട്ടിലേക്ക് വീണത്? കൂടെ ആരും ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മറ്റൊരു കുട്ടിയും തോടിന് സമീപത്തു കൂടി നടന്നു പോകുന്നതിനിടെയാണ് കൊണ്ടോട്ടി നീറാട് ഈ കുട്ടികളുടെ വീടിന് സമീപം തന്നെയുള്ള തോട്ടിലേക്ക് അബദ്ധവശാൽ ഈ കുഞ്ഞ് വീഴുന്നത്. 4 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. പിന്നീട് കുട്ടിയെ തോട്ടിലൂടെ ഒഴുകി വന്ന് സമീപത്തെ ഒരു പറമ്പിൽ കിടക്കുന്നതായിട്ടാണ് ആളുകൾ കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ആ സമയം തന്നെ കുട്ടി മരിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊണ്ടോട്ടി നെടിയിരുപ്പ് സ്വദേശി കണ്ണപ്പത്തൊടി ഹമീദ് നദിയ ദമ്പതികളുടെ മകനായ ഐമൻ എന്ന 4 വയസ്സുകാരനാണ് ഈ കുട്ടി നീറാടുള്ള, അതായത് ഇപ്പോൾ ഈ അപകടം സംഭവിച്ച പ്രദേശമായ നീറാടുള്ള കൂനമ്മൽ എന്ന പ്രദേശത്തിലെ കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. ഇവിടെയാണ് ഈ തോട്ടിൽ വെച്ച് അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. തോടിന്റെ കരയിലൂടെ നടക്കുന്നതിന്റെ അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീണതാകാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ ഒഴുക്കിൽപ്പെട്ട് പോവുകയും സമീപത്തെ ഒരു പറമ്പിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നാണ് ആളുകൾ ഈ കുട്ടിയെ കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ കൂടെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടി വെള്ളത്തിലേക്ക് വീണിട്ടില്ല. ഈ കുട്ടി സുരക്ഷിതമായി തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല ജംഷീർ, ഈ പ്രദേശത്തും അതിശക്തമായ മഴയായിരുന്നില്ലേ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ? തീർച്ചയായിട്ടും ഈ നീറാട് തോട് ഭാഗത്തൊക്കെ, ഈ നീറാട് ഭാഗത്ത്, അതായത് മലപ്പുറം ജില്ലയിൽ ഉടനീളം ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശങ്ങളിലെ തോടുകളും പുഴകളും ഒക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഈ നീറാട് തോടും ഇത്തരത്തിൽ നിറഞ്ഞു ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ആകാം അബദ്ധത്തിൽ ഈ കുട്ടി തോട്ടിലേക്ക് വീണത് എന്നുള്ളതാണ് സംശയിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് പുഴകളിലും തോടുകളിലൊക്കെ തന്നെ വെള്ളം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ്. ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഇതിൽ സുരക്ഷിതത്വം കാണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പുലർച്ചെ മുതൽ അതിശക്തമായ മഴ തുടരുകയും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഒക്കെ തുടരുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കടക്കം അവധി നൽകിയിരിക്കുന്നത് തന്നെ ഇത്തരത്തിൽ ഒരു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ ഉൾപ്പെടെ പുറത്തേക്ക് ഇറക്കാതിരിക്കാനുള്ള ഒരു രക്ഷിതാക്കൾ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം കാണിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള ഭാഗത്തേക്കും ഒന്നും തന്നെ ആളുകൾ ഈ ഘട്ടത്തിൽ പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം ഇപ്പോൾ പുറപ്പെടുവിക്കുന്നുണ്ട്.